ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പനയന്നാർക്കാവ് ദേവി ക്ഷേത്രം പരുമല. ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ അവുവും കൂടെ ഉണ്ട്. ഞങ്ങൾ വൈകിട്ടാണ് ക്ഷേത്രത്തിലെത്തിയത്. വലിയ പനയന്നാർക്കാവ് ദേവി ക്ഷേത്രം പരുമല. ഞാൻ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി കാലത്തിന് ശേഷം ഞാനിവിടെ വന്നതാണ്. ഇവിടെ മൊത്തം ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്നത് പൂഴിമണ്ണാണ്. മാന്നാർ ഏരിയ ആയതുകൊണ്ട് തന്നെ പൂഴിമണ്ണാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ വീട് മാന്നാറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പെട്ടെന്ന് വന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ അമ്പലമൊക്കെ ഉണ്ടാക്കി കളിക്കും മണ്ണിൽ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവർ ആദ്യമായിട്ട് കണ്ട് ശ്രീന്തിയും അവും ഒക്കെ ഈ പൂഴിമണ്ണ് കണ്ടുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ കളിക്കുകയാണ്, ഓടിക്കളിക്കുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വലിയ പനയന്നാർക്കാവ് ക്ഷേത്രം പരുമല. മറ്റ് രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരുമാന്താംകുന്ന്, മറ്റേത് കൊടുങ്ങല്ലൂർ. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ഞങ്ങൾ ശ്രീന്തിയുടെ 1 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിനോട് തന്നെ സമാനമായ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ളത്. അകത്ത് ശിവക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ ദേവി നടയുണ്ട്. അപ്പോൾ അകത്ത് ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ശിവക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. അത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശിവൻ കുടികൊള്ളുന്ന ഒരു പ്രത്യേകത കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ പമ്പാ നദിക്ക് അഭിമുഖമായിട്ടാണ് ശിവൻ ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ അടുത്തത് 2 നടകളുണ്ട്. അതിലൊന്ന് ദേവി ദാരികവധത്തിന് ശേഷം കോപത്താൽ ജ്വലിച്ച് നിൽക്കുന്ന ദേവി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു നട അടച്ചിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ നരബലി വരെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നരബലി നിർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ നട അടച്ചതെന്നാണ് ഇവിടുത്തെ പറയപ്പെടുന്നത് ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പകൽ സമയത്ത് പോലും ആളുകൾ വരാൻ ഭയപ്പെട്ടിരുന്നു. ബാധോപദ്രവങ്ങളൊക്കെ നീങ്ങുന്നതിനായിട്ടും രോഗങ്ങൾ ശമിക്കുന്നതിനായിട്ടും സന്താനങ്ങൾക്ക് വേണ്ടിയും എല്ലാം മറ്റും ഇപ്പോഴും പനയന്നാർക്കാവിൽ എല്ലാവരും അഭയം തേടി വരാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയുടെ പല ഭാവങ്ങൾ, മഹാകാളി, കരിങ്കാളി, ഭൂതക്കാളി, ചാമുണ്ടേശ്വരി, അന്നപൂർണേശ്വരി, ഇങ്ങനെ വിവിധ ഭാവങ്ങൾ ഇവിടെ കുടികൊള്ളുന്നു. പിന്നെ നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ കള്ളിയങ്കാട്ട് നീലി, എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കള്ളിയങ്കാട്ട് നീലി. അപ്പോൾ കള്ളിയങ്കാട്ട് നീലി ശാന്തസ്വരൂപിണിയായിട്ട് ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. 2 പേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കയറി. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടയും താറാവ് കറിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ശ്രീനിധി 2 ഫിലോമിനയുടെ ഡയലോഗൊക്കെ പറയുകയാണ്, വിശപ്പ് ഒട്ടും വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്